തിരികെ വാർത്തയിലേക്കാണ്. എവറസ്റ്റ് കീഴടക്കി മലയാളി വനിത. പാലക്കാട് ഷൊർണൂർ സ്വദേശി ശ്രീഷ രവീന്ദ്രനാണ് നേട്ടം സ്വന്തമാക്കിയത്. എവറസ്റ്റ് കീഴടക്കുന്ന രണ്ടാമത്തെ മലയാളി വനിത കൂടിയാണ് ശ്രീഷ രവീന്ദ്രൻ. ഏപ്രിൽ ആദ്യവാരത്തിലാണ് എവറസ്റ്റ് ലക്ഷ്യമാക്കി ശ്രീഷ യാത്ര ആരംഭിച്ചത്. 5300 മീറ്റർ ഉയരത്തിലുള്ള എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്നും 6900 മീറ്റർ ഉയരമുള്ള ലോംബോച്ചെ പർവ്വതം വരെയുള്ള ആദ്യഘട്ടം ഏപ്രിൽ 25-ന് പൂർത്തിയാക്കി. മെയ് 15-നാണ് എവറസ്റ്റ് ആരോഹണം തുടങ്ങിയത്. 6400 മീറ്റർ ഉയരമുള്ള ക്യാമ്പ് 2-ഉം 7100 മീറ്റർ ഉയരമുള്ള ക്യാമ്പ് 3-ഉം പിന്നിട്ടു. മെയ് 19-ന് 7920 മീറ്റർ ഉയരമുള്ള ക്യാമ്പ് 4-ലേക്കുള്ള യാത്ര. തുടർന്ന് എവറസ്റ്റിന്റെ ഉയരങ്ങൾ ശ്രീഷ നടന്നുകയറി. 11 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഹിമക്കാറ്റിനെയും പ്രതിരോധിച്ച് മെയ് 20-ന് രാവിലെ 10:30-ന് ശ്രീഷ രവീന്ദ്രന്റെ കാൽപ്പാടുകൾ എവറസ്റ്റിന്റെ മുകളിൽ പതിഞ്ഞു. രവീന്ദ്രന്റെ കൈപിടിച്ചാണ് 15-ാം വയസ്സിൽ ശ്രീഷ കുന്നും മലയും കയറി തുടങ്ങിയത്. പിന്നീടങ്ങോട്ട് ശ്രീഷയ്ക്ക് പർവ്വതങ്ങളോട് പ്രണയമായി. ഇന്ത്യയിലും നേപ്പാളിലുമായി 6000 മീറ്റർ ഉയരമുള്ള 7 കൊടുമുടികളും 7000 മീറ്റർ ഉയരമുള്ള 2 കൊടുമുടികളും ഉൾപ്പെടെ 15ഓളം ഹിമാലയൻ കൊടുമുടികൾ ശ്രീഷ കീഴടക്കി. ലോകത്തിലെ വലിയ 15ഓളം കൊടുമുടികൾ കീഴടക്കിയ ഏക മലയാളിയാണ് ശ്രീഷ രവീന്ദ്രൻ. ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യമാണ് മലകയറ്റമെന്നും കൊടുമുടി കീഴടക്കുന്നതിനേക്കാൾ അതിലേക്കുള്ള യാത്രയാണ് വലുതെന്നും ശ്രീഷ പറയുന്നു. ബംഗളൂരുവിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ ശ്രീഷ നർത്തകി കൂടിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജയറാം നായരാണ് ഭർത്താവ്. തൈക്കോണ്ടോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ ജേതാവ് 12 വയസ്സുകാരൻ നിരഞ്ജനാണ് മകൻ. ജോലിയുടെ തിരക്കുകൾക്കൊപ്പം ഒരു അമ്മയുടെ ഉത്തരവാദിത്തങ്ങളും പർവ്വതാരോഹണത്തിന്റെ ആവേശവും ഒന്നായി കൊണ്ടുപോകാൻ ശ്രീഷയ്ക്ക് കഴിയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.